ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ 27ാം രാവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്നമ്മ നേരത്തെ തന്നെ പത്തിരിപ്പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പം നമ്മളിവിടെ ഒരു പള്ളിക്കൽ ബദിരീങ്ങളെ ആണ്ടുണ്ട് കേട്ടോ. അപ്പം അത് എല്ലാ കൊല്ലവും 27ാം രാവിനാട്ടോ അവർ കഴിക്കാറുള്ളത്. അപ്പോൾ പള്ളിക്കൾക്ക് പത്തിരിയൊക്കെ കൊണ്ടുപോകാനുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദാ പത്തിരിയൊക്കെ പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ചുട്ടെടുക്കുകയാണ്. പിന്നെ ഇന്നാണെങ്കിൽ നമ്മൾ വീട്ടിലും എന്തെങ്കിലും മധുരമൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നെയ്യപ്പം ചൂടാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ നെയ്യപ്പം കുയ്യപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് പള്ളിക്കൽക്കും കൊടുത്തയക്കാറുണ്ട്. ഇനിയിപ്പോൾ ദാ ഞാൻ നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നെയ്യിൽ തന്നെ മൂപ്പിച്ചെടുക്കുമ്പോഴാട്ടോ നെയ്യപ്പത്തിന് കഴിക്കുമ്പോൾ ഒറിജിനൽ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ അതവിടെ മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് അമ്മാൻ്റെ പത്തിരി ചൂടലും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പള്ളിക്കൽക്ക് കൊണ്ടുപോകാനുള്ള പത്തിരി കുറച്ച് കവറിൽ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിനിമകൾ ഇതാ പർദ്ദക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു തൂക്കപാത്രം കൊടുത്തയച്ചിട്ടുണ്ട് നമുക്ക് കറി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ സിനിമകൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ നെയ്യപ്പത്തിൻ്റെ മാവിലേക്ക് ആ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചൂടാറിയതിന് ശേഷം നെയ്യൊടുക്കെ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മുന്നേ തന്നെ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യപ്പത്തിൻ്റെ മാവ് റെഡിയാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ അതാ ഇനിയിപ്പം നെയ്യപ്പം ചൂടാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ചട്ടിയൊക്കെ നല്ല പോലെ ചൂടാക്കിയിട്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാവണം കേട്ടോ. നല്ല പോലെ ചൂടായതിന് ശേഷം മാത്രം കേട്ടോ മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ചെറിയൊരു കയ്യിലിന് ഓരോ കയ്യിലായിട്ട് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓവർ വലിപ്പത്തിലൊന്നും ചുട്ടെടുക്കരുത്. ഉള്ളു നല്ല പോലെ കുക്കായി കിട്ടൂല കേട്ടോ. പിന്നെ നമ്മൾ ചുടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തീ നല്ല പോലെ തന്നെ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് കത്തിച്ചിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അങ്ങനെ അതാ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ഉൾവശമൊക്കെ നല്ല പോലെ കുക്കായതിനു ശേഷം ഈ ഒരു കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിറകടുപ്പിലാട്ടോ നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. പിന്നെ പൊതുവേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ വിറകടുപ്പിൽ തന്നെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാറ്. ഗ്യാസ് വല്ലാതെ അങ്ങോട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ലാഭിക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് തന്നെയാണല്ലോ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുക. പിന്നെ എനിക്ക് പൊതുവേ നമ്മുടെ അടുപ്പത്ത് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ വിറകൊക്കെ കത്തിച്ചിട്ട്. അപ്പോൾ ഈ ഒരു അടുപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പുകയില്ലാത്ത അടുപ്പാണല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ നമ്മുടെ മേത്ത് വല്ലാതെ കരിയൊന്നും ആവില്ല. പിന്നെ തീയൊക്കെ കത്തിച്ചാൽ നല്ല പോലെ കത്തും ചെയ്യും. ഫുഡൊക്കെ വേഗം തന്നെ ആയി കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചിലവർക്ക് അടുപ്പ് എന്നൊക്കെ പറയുമ്പം വിറകുണ്ടാവില്ല, വിറക് കിട്ടാത്ത ആളുകളേക്കാരും. പിന്നെ നമുക്കിവിടെ കുറച്ചൊക്കെ വിറകുണ്ട്, അത് വിചാരിച്ച് കുറേ വിറകൊന്നുമില്ല. അപ്പം ഉള്ളതിനനുസരിച്ച് നമ്മൾ ഓരോ ഫുഡും കാര്യങ്ങളൊക്കെ അടുപ്പ് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഫുള്ളും ഞാനിവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പം തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ആയാലും പിന്നെ സോഫ്റ്റും ഉണ്ട് കേട്ടോ നല്ല പോലെ തന്നെ. പിന്നെ ഇമ്മ കേട്ടോ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇമ്മക്ക് കുയ്യപ്പായാലും നെയ്യപ്പക്കായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കും. അങ്ങനെ എന്താ പിന്നെ നമ്മൾ പൊരി ഐറ്റംസ് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ടൈമൊക്കെ ആയപ്പോൾ ടേബിൾ മേലേക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബാങ്കൊക്കെ കൊടുത്ത് നോമ്പ് തുറക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നെയ്യപ്പം എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കണവർക്ക് കഴിക്കല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പം മഗ്‌രിബിന് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ ദാ മഗ്‌രിബ് നിസ്കരിക്കാൻ പോകുമ്പോൾ കുറച്ച് നെയ്യപ്പൊക്കെ പള്ളിക്കൽക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇതാ പത്തിരിയും പള്ളിയിൽ നിന്ന് കിട്ടിയ ഒരു ബീഫ് കറിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ 27ാം രാവിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.